സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ അല്ലാഹു തആല അശ്ലീലത്തിന്റെ വക്താവായിട്ട് അയച്ചിട്ടില്ല. ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിശൻ വലാ മുതഫഹിഷ. അബ്ദുല്ലാഹി ഇബ്നു അംർ നബി തങ്ങളെ പറ്റി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ അശ്ലീലം പറയൂല, മനഃപൂർവ്വം പറയൂല, അശ്ലീലം ചെയ്യുകയുമില്ല. ഇതൊന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യൂലായിരുന്നു. ഒരാളോട് പരിധി വിട്ടുപോലും മുത്തുനബി സംസാരിക്കൂലായിരുന്നു. എങ്ങനെ? അരുതാത്തത് മുത്തുനബിയുടെ വായിലൂടെ വരൂലായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ദീനീവേദികളടക്കം മതവേദികളടക്കം പരസ്പര പരിഹാസത്തിന്റെയും വിഴുപ്പലക്കലുകളുടെയും സദസ്സായി മാറിയില്ലേ? എന്തേ മുസ്ലിം ഉമ്മത്തിന് ദീനീവേദികളോടുള്ള മതിപ്പ് പറയാൻ കാരണം താടി വെച്ചവര്, തലപ്പാവ് ധരിച്ചവര് അല്ലെ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ആദരിക്കാനും ബഹുമാനിക്കാനും തോന്നുന്ന ഒരു രൂപമാണ് ഞാൻ അണിഞ്ഞത്. എന്നിട്ട് ഞാനിവിടെ വന്നു, 2 മണിക്കൂർ സമയത്തോളം ഞാൻ പ്രസംഗിച്ചു. എന്റെ അറിവോടുകൂടെ ഒരാളെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല, നമീമത്ത് പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, ഗീബത്ത് പറഞ്ഞിട്ടില്ല, ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. അറഫ മൈതാനിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠന ക്ലാസിന് വേണ്ടി ഒരു ഇജാസത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ത്വവ്വലല്ലാഹു ഉംറഹ്, അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, എനിക്കന്ന് നൽകിയപ്പോ എന്നോട് തന്ന ഒരു വിലപ്പെട്ട ഒരേ ഒരു ഉപദേശം ഇതായിരുന്നു: വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുമ്പോൾ ഒരാലിമോ ഒരു സയ്യിദോ ഒരു സാധാരണക്കാരനോ ഓരോരുത്തരുടെ അഭിമാനവും വിലപ്പെട്ടതാണ്. അതിലൂടെ കൈകാര്യം ചെയ്യപ്പെട്ടു പോകരുത്. ജനങ്ങളോട് നന്മ മാത്രം ഉപദേശിക്കുക, നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും തറ ഭാഷ ഖുർആൻ പ്രഭാഷണത്തിൽ വരാൻ പാടില്ല. എന്നോട് അറഫയിൽ നിന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ പ്രഭാഷണത്തിൽ ഇന്ന് വരെ അത് കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അറിയാതെ എപ്പോഴെങ്കിലും വന്നുപോയിരോ എന്ന് എനിക്കറിയില്ല, ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ദീനീവേദികളടക്കം ആദരിക്കപ്പെടുന്ന അധരങ്ങളിൽ നിന്നും ആദരിക്കപ്പെടുന്ന കോലങ്ങളിൽ നിന്നും ഈ രണ്ടാംകിട സംസാരം വരുമ്പോൾ സാധാരണക്കാരൻ പിന്നെ ദീനീവേദികളെ സ്നേഹിക്കാത്തതിനും ബഹുമാനിക്കാത്തതിനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുടെ പ്രിയപ്പെട്ട ബീവിയും ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂതന്മാരങ്ങോട്ട് കടന്നു വരുന്നത്. ജൂതന്മാർ കടന്നു വന്നപ്പോൾ തിരുനബിയെ ആക്ഷേപിച്ചു. അസ്സലാമു അലൈക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ, നിനക്ക് മരണം സംഭവിക്കട്ടെ മുഹമ്മദേ എന്ന് പറഞ്ഞിട്ട് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ പറഞ്ഞു, വസ്സലാമു അലൈക്കും, നിങ്ങളും നശിക്കട്ടെ, വലഅനകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ശപിക്കട്ടെ, വഗളിബ അലൈക്കും, അല്ലാഹ് നിങ്ങളോട് കോപിക്കട്ടെ. ആയിഷ ബീവിക്ക് ഇത് കേട്ട് നിൽക്കാൻ പറ്റിയില്ല മുത്തുനബിയോട് പറഞ്ഞപ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ അതിന്റെ മുമ്പ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്, വഅലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഅലൈക്കും, നിങ്ങളുടെ മേലിലും. അത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ. അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞതെങ്കിൽ അങ്ങനെ, അതല്ല പറഞ്ഞതെങ്കിൽ എന്താ അവർ പറഞ്ഞാലും അതിന് പറ്റാവുന്ന രൂപത്തിൽ വഅലൈക്കും മാന്യമായി. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ വാക്കുകൾ കുറച്ച് കടുത്തുപോയി. കടുത്തുപോയപ്പോൾ റസൂലുള്ളാഹി ഇടപെടുന്നു, മഹ്ലൻ യാ ആയിഷ, മഹ്ലൻ യാ ആയിഷ, നിർത്ത ആയിഷ, നിർത്ത ആയിഷ, അലൈകി ബിർറിഫ്ഖ്, അലൈകി ബിർറിഫ്ഖ്, നീ ഒരിക്കലും ആ മമത കൈവെടിയരുത്. അലൈകി ബിർറിഫ്ഖ്, നീ വളരെ മമതയോടെ പെരുമാറണം, ഇങ്ങനെ സംസാരിക്കരുത്. എപ്പോഴും റിഫ്ഖ്, അത് നീ കീപ്പ് ചെയ്യണം. കടുത്ത ഭാഷ പ്രയോഗിക്കരുത് ആയിഷ, ഒന്ന് മയപ്പെടണം സംസാരത്തിൽ. അലൈകി ബിർറിഫ്ഖ്, മയത്തോടുകൂടെ വഇയ്യാകി വൽ ഉൻഫ, കടുത്ത ഭാഷ നീ സൂക്ഷിക്കണം. അബിൽ ഫുഹ്ഷ, അല്ലെങ്കിൽ വൃത്തികെട്ട ലഅനകുമുല്ലാഹ് ഗളിബല്ലാഹു അലൈക്കും പോലെയുള്ള വാക്കുകളൊക്കെ വർജിക്കുക. നീ കേട്ടില്ലേ, നീ കേട്ടില്ലേ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവര് പറയും പോലെ നീയും പറയാണോ? അവര് പറഞ്ഞത് നീ കേട്ടു, അപ്പടി നീ പറയുകയാണോ? ആയിഷ ബീവി ചോദിച്ചു, അവലം തസ്മഉ മാ ഖാലൂ, അവർ പറഞ്ഞത് എത്ര കടുപ്പുള്ളതാണ് തങ്ങൾ കേട്ടില്ലേ? തങ്ങളെയാണ് അവർ പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞു, അവലം തസ്മഈ മാ ഖുൽതു, അവര് പറഞ്ഞത് ഞാൻ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞത് നീയും കേട്ടില്ല ആയിഷ.
എത്ര മാന്യമായിട്ടാ ഞാൻ പറഞ്ഞത്. റദത്തു അലൈഹിം, ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് മാന്യമായ മറുപടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതാണ് ഈ ബഹ്റൈൻ കേരള സുന്നി ജമാഅത്ത് പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ നേതാക്കൾ എന്നും മാന്യമായ ഭാഷയിൽ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ എല്ലാവരും ഉണ്ടാകും. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്, പരിധി വിട്ട ഒരു നാക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അല്ലെ, തറ സംസാരങ്ങള് അവിടെ നിന്ന് വരാറില്ല. മാന്യമായി മാത്രം പ്രതികരിക്കും. അത്